വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാവരെയും ഈ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ദിവസം ആരംഭിക്കാം. രാവിലെ കാണുന്ന വ്യക്തികളാണെങ്കിൽ ഗുഡ് മോർണിംഗ്, വൈകുന്നേരം കാണുന്ന വ്യക്തികളാണെങ്കിൽ ഗുഡ് ഈവനിങ്. ലോകത്തിലെ പല വ്യക്തികളും പല സമയങ്ങളിലാണ് കാണുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ബട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കർത്താവിൻ്റെ മക്കളാണ്. ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സ്വീകരിക്കുവാനും പ്രാപിക്കുവാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഓൾ ഗെറ്റ് റെഡി ആൻഡ് ലെറ്റ്സ് ഓൾ ബി എക്സൈറ്റഡ് ഫോർ ഗോഡ് ഈസ് അബൌട്ട് ടു ഡു സംതിങ് ന്യൂ. കർത്താവ് ചെയ്യുന്ന കാര്യം, ഇതിനു മുമ്പ് കാണാത്ത കാര്യങ്ങൾ, ഇതിനു മുമ്പ് കേൾക്കാത്ത കാര്യങ്ങൾ, ഇതിനു മുമ്പ് ആരും ചിന്തിക്കാത്ത കാര്യങ്ങൾ കർത്താവ് നമ്മുടെ മധ്യയിൽ ഇന്ന് ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാലും ആമേൻ ആമേൻ. നമുക്ക് ഇന്നൊരു കോ സ്പോൺസറാണ് ഉള്ളത്. തിരുവനന്തപുരത്തിൽ നിന്ന് വത്സല സിസ്റ്ററാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ സിസ്റ്ററേയും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മൂത്ത സഹോദരൻ വിജയൻ്റെ ആ ക്യാൻസർ നിന്ന് പരിപൂർണമായൊരു സൗഖ്യം സംഭവിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഈ വ്യക്തികൾ ഈ സമയത്ത് കരങ്ങൾ നീട്ടി ഒന്ന് പ്രാർത്ഥിച്ചാലും ആ വിജയൻ ബ്രദർ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ആ ശരീരത്തിലുള്ള സകല ക്യാൻസർ സെൽസും ചത്തൊടുങ്ങട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യുന്നു. സഹോദരൻ സൗഖ്യമാകട്ടെ. അപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സകല കടഭാരങ്ങളും മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങ് വലിയൊരു അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരിയുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകളുടെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങ് ഈ മകളുടെ ലൈഫിൽ ഭാവിയിൽ കർത്താവെ അങ്ങ് ഇറങ്ങി വന്ന ചില കാര്യങ്ങൾ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് സിസ്റ്ററെ അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ക്രീനിലുള്ള നമ്പർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി തീരാൻ സാധിക്കും. അതിലൂടെ അനേകരെ നിങ്ങൾക്ക് കർത്താവിലേക്ക് നയിക്കുവാൻ സാധിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ജനുവരി 28 ബുധനാഴ്ച. നിങ്ങളുടെ ഡിവോഷൻ ഡയറിയിലെ ആ പേജ് എടുത്താൽ അവിടെ കാണുന്ന ഫോക്കസ് വേർഡ് ഈസ് പ്രൈസ്, സ്തുതി. കൂടാതെ അതിൻ്റെ താഴെ സാം 34 ആൻഡ് വേഴ്സ് നമ്പർ 1 ഫോക്കസ് വേർഡ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വചനം, ഐ വിൽ ബ്ലെസ് ദ ലോർഡ് അറ്റ് ഓൾ ടൈംസ്. ഞാൻ കർത്താവിനെ എല്ലാ കാലത്തും വാഴ്ത്തും. ഹിസ് പ്രൈസ് വിൽ ഓൾവേസ് ബി ഓൺ മൈ ലിപ്സ്. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. വാവ്. ഡെക്ലറേഷൻ നോക്കാം. പ്രഖ്യാപനം. പ്രൈസ് ഈസ് മൈ വെപ്പൺ ടുഡേ. സ്തുതി എൻ്റെ ആയുധമാണ്. സ്തുതി ഇന്ന് എൻ്റെ ആയുധമാണ്. ഐ വിൽ വർഷിപ്പ് ത്രൂ എവറി ബാറ്റിൽ ആൻഡ് സീ വിക്ടറി. എൻ്റെ ജീവിതത്തിലെ എല്ലാ യുദ്ധങ്ങളിലും ഞാൻ ദൈവത്തെ ആരാധിച്ച് ജയം കാണും. ഇതെൻ്റെ തീരുമാനമാണ്, എൻ്റെ പ്രഖ്യാപനമാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുക. മറ്റുള്ളവർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നോക്കണ്ട, നമ്മുടെ പാട്ട് നമ്മൾ ചെയ്യുക. എന്താണ് അവിടെ കണ്ടത്? ഒന്ന് പ്രൈസ്. എല്ലാവരും ടൈപ്പ് ചെയ്യുക. പ്രൈസ് 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 പ്രൈസ്. സ്തുതി സ്തുതി സ്തുതി. 34-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടല്ലോ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എല്ലായ്പ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. കൂടാതെ പ്രഖ്യാപനം കണ്ടല്ലോ, പ്രൈസ് ഈസ് മൈ വെപ്പൺ ടുഡേ. സ്തുതി എൻ്റെ ആയുധമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരൊക്കെ അത് ടൈപ്പ് ചെയ്തിടുക. നിങ്ങളുടെ ഡയറിയിൽ ആ പേജിൽ എഴുതി വെക്കുക, സ്തുതി എൻ്റെ ആയുധമാണ്. പറഞ്ഞേ, വാഗോണ്ട് പറ, സ്തുതി എൻ്റെ ആയുധമാണ്. ഒരു ദൈവ പൈതലാണെങ്കിൽ, ദൈവത്തിൻ്റെ കുഞ്ഞാണെങ്കിൽ സ്തുതി ആയുധമാണെന്ന് കൂടെ മനസ്സിലാക്കണം. സ്തുതിക്കുന്നത് നേരിലുള്ളവർക്ക് ഉചിതമാണ്, സ്തുതിച്ചില്ലേ പിന്നെ എന്തിനുമുള്ള. അതുകൊണ്ട് ഞാൻ സ്തുതിച്ചേക്കാം. എല്ലാവരും ഇങ്ങനെ പാട്ടൊക്കെ പാടി സ്തുതിക്കുന്നത് കാണുന്നത്, അതുകൊണ്ട് ഞാനും ചെയ്തേക്കാം. അങ്ങനെയല്ല. പ്രൈസ് ഈസ് മൈ വെപ്പൺ. സ്തുതി ഒരു വലിയ ആയുധമാണ്, ശത്രുവിന് നേരെയുള്ള ആയുധമാണ്. ഐ വിൽ വർഷിപ്പ് ത്രൂ എവറി ബാറ്റിൽ ആൻഡ് സീ വിക്ടറി. എല്ലാ യുദ്ധങ്ങളിലും ഞാൻ അവനെ ആ യുദ്ധത്തിലൂടെ പോകുമ്പോൾ, യുദ്ധം മുന്നേറുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ച് ജയം കാണും. ബൈബിൾ റീഡിംഗ് പ്ലാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. വായിച്ച് ധ്യാനിച്ച് ടിക്ക് ചെയ്യുക.
സ്തുതിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. റെഡിയാണോ? നമ്പർ 1, പ്രൈസ് ഈസ് എ കണ്ടിന്യൂവൽ ലൈഫ് സ്റ്റൈൽ. സ്തുതി എന്ന് പറയുന്നത് നിരന്തരമായ ഒരു ജീവിത ശൈലിയാണ്. ഓക്കെ, Psalm 34 verse number 1. 34 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വചനം, I will bless the Lord at all times, his praise will always be on my lips. 34 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ, ഞാൻ കർത്താവിനെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. അതിൻ്റെ അർത്ഥം, ഇപ്പോൾ അന്നത്തെ കാലത്ത്, ഈ ദാവീദിൻ്റെയൊക്കെ കാലത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആ ഒരു ദിവസം എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള സാബത്ത് ഡേ. അന്നാണ് ദൈവത്തിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്നൊരു ദിവസം. ഇന്നാണെങ്കിൽ നമ്മൾ പറയും ഞായറാഴ്ചയാണെന്ന് പറയും, ചില മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ വെള്ളിയാഴ്ചയാണെന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ശനിയാഴ്ചയാണെന്ന് പറയും. ആഴ്ചയിലെ ഏതെങ്കിലും ഒരു ദിവസത്തെക്കുറിച്ചല്ല പറയുന്നത്, ഒരു സീസണെക്കുറിച്ചല്ല പറയുന്നത്, ഏതെങ്കിലും പ്രത്യേക സമയത്തെക്കുറിച്ചല്ല പറയുന്നത്. I will bless the Lord at all times, because God is an all seasons God. A child of God is also an all seasons child. എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ പൈതൽ. His praise will always be on my lips. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിലുണ്ടായിരിക്കും. Praise is not limited to good days. നല്ല ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്തുതി എന്നാണ് പലപ്പോഴും പലരും വിശ്വസിക്കുന്നത്. ദൈവം ഒരു അത്ഭുതം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ദൈവം എത്ര നല്ലവൻ, ദൈവം എത്ര നല്ലവൻ. പിറ്റേ ദിവസം എന്തോ ഒരു വലിയ പ്രയാസം ഉണ്ടായി, ഒരുത്തൻ ചാദിച്ചു. എൻ്റെ ദൈവമേ, നീ എന്നെ ഇതുപോലെ ആക്കിയോ, കർത്താവേ നീ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, കർത്താവേ എന്താണിത്. അങ്ങനെയാണ് സാധാരണ നമ്മളെല്ലാവരും. ആ സമയത്ത് സ്തുതിക്കാൻ നമ്മൾ മറന്നു അല്ലേ, അല്ലെങ്കിൽ പിശിക്കും. ഒരു 10 സ്തോത്രം കുറച്ച് പറഞ്ഞാൽ മതി, കർത്താവ് എന്നെ നാണം കെടുത്തിയില്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് സ്തുതിക്കുന്നില്ല, ഇന്ന് ഞാൻ ആരാധിക്കുന്നു, ഇന്ന് ബൈബിളും വായിക്കുന്നില്ല, ഇന്ന് ഉപവാസമില്ല, ഇന്നൊന്നുമില്ല, ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ. പക്ഷേ പ്രൈസ് ഈസ് എ ഡെയിലി സ്പിരിച്വൽ പോസ്ചർ. ദിവസം തോറുമുള്ള നമ്മുടെ ഒരു ഭാവമാണ് സ്തുതിയുടെ ഭാവം. God is worthy of praise in abundance and in adversity. സമൃദ്ധിയിലായാലും ഞെരുക്കത്തിലായാലും ദൈവം സ്തുതിക്ക് യോഗ്യൻ. പറഞ്ഞേ, സമൃദ്ധിയിലും ഞെരുക്കത്തിലും ദൈവം സ്തുതിക്ക് യോഗ്യൻ. ഒന്നുകൂടെ പറഞ്ഞേ, സമൃദ്ധിയിലായാലും പിന്നെ ഞെരുക്കത്തിലായാലും, ലാഭമായാലും ഛേദമായാലും നഷ്ടമായാലും ദൈവം സ്തുതിക്ക് യോഗ്യൻ. ദൈവത്തിനൊരു മാറ്റമില്ലെന്നേ. ഈ ഭൂമിയിലാണ് പല പല മാറ്റങ്ങൾ, നമ്മിലാണ് മാറ്റങ്ങൾ, സാമ്പത്തികത്തിലാണ് മാറ്റങ്ങൾ, ആരോഗ്യസ്ഥിതിയിലാണ് മാറ്റങ്ങൾ. ദൈവത്തിന് മാറ്റം വന്നിട്ടില്ല. ദൈവം എല്ലായ്പ്പോഴും സ്തുതിക്ക് യോഗ്യൻ. അതുകൊണ്ട് ദാവീദിന് ആ വെളിപ്പാട് കിട്ടി. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ കർത്താവിനെ എല്ലാ കാലത്തും വാഴ്ത്തും. നിങ്ങളുടെ കാര്യം എനിക്കറിഞ്ഞുകൂടാ, ദാറ്റ്സ് അപ് ടു യു. ഞാൻ കർത്താവിനെ എല്ലാ കാലത്തും വാഴ്ത്തും, സുഖകാലത്തും ദുഃഖകാലത്തും, യുദ്ധമുള്ള കാലത്തും വളരെ വെക്കേഷനായിട്ടൊക്കെ ഇരിക്കുന്ന കാലത്തും. ആട്ടിടയനായിരുന്ന സമയത്തും സ്തുതിച്ചു, രാജാവായിരുന്ന സമയത്തും സ്തുതിച്ചു, നാഷണൽ ഹൈവേയിൽ സ്തുതിച്ചു, ദാവീദ് ഒരു കൂടാരം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ സ്തുതിച്ചു, ഒറ്റക്ക് സ്തുതിച്ചു, വലിയ സംഘമായി ജനാവലികളുള്ളപ്പോഴും സ്തുതിച്ചു. ഒരു മാറ്റമില്ല, സ്തുതിക്ക് മാറ്റമൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനം. എത്ര പേരൊന്നും തീരുമാനിക്കും? സ്തുതി ഒരായുധമാണ്. ഞാൻ ദൈവത്തെ എല്ലാ കാലത്തും സ്തുതിക്കും. തീരുമാനിക്കുന്നവർ മാത്രം, വേറെ ആരും ചെയ്യരുത് പ്ലീസ്. തീരുമാനിക്കുന്നവർ മാത്രം കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, ഞാൻ ദൈവത്തെ എല്ലാ കാലത്തും സ്തുതിക്കും. അടുത്തത്, സ്തുതി എൻ്റെ ആയുധമാണ്. ടൈപ്പ് ചെയ്യുക, സ്തുതി എൻ്റെ ആയുധമാണ്. പ്രത്യേകിച്ച് ലവ് സോങ്സ്. മൈ ലവ് സോങ് ടു ജീസസ് ഈസ് എ പവർഫുൾ വെപ്പൺ. കർത്താവിനെ സ്നേഹിച്ചൊരു പാട്ട് പാടിയാൽ അതിനേക്കാൾ മൂർച്ചയുള്ള വേറെ ആയുധമില്ല. ഓൾറൈറ്റ്, ഹീബ്രൂസ് ചാപ്റ്റർ 13 and verse number 15, എബ്രായ ലേഖനം 13:15, through Jesus therefore let's continually offer to God a sacrifice of praise, the fruit of lips that openly profess his name. അപ്പോൾ യേശു മുഖാന്തരം എന്ത് ചെയ്യണം?
നമുക്ക് തുടർമാനമായി ഒരു സാക്രിഫൈസ് ഓഫ് പ്രൈസ്, സ്തുതിയുടെ ഒരു യാഗം, സ്തോത്രയാഗം ദൈവത്തിന് കഴിക്കാം. ദ ഫ്രൂട്ട് ഓഫ് ലിപ്സ്, അധരഫലം, അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഫലം, ദാറ്റ് ഓപ്പൺലി പ്രൊഫസസ് നെയിം, അത് പരസ്യമായ എല്ലാവരുടെ മുമ്പിൽ ദൈവത്തിന് ഏറ്റുപറയുന്ന, ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന ഒന്നായിരിക്കും. ഇതൊക്കെ വ്യക്തിപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. നമ്പർ 2, പ്രൈസ് ഈസ് എ സ്പിരിച്വൽ സാക്രിഫൈസ്. സ്തുതി ഒരാത്മീയ യാഗമാണ്. സാം 50 and verse number 23 എന്താ പറയുന്നത്? Those who sacrifice thank offering honor me, and to the blameless I will show my salvation. അവിടെ പറയുന്നത് സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. സാക്രിഫൈസ് ഓഫ് താങ്ക്സ് ഗിവിങ്. അപ്പോൾ സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? എന്നെ മഹത്വപ്പെടുത്തുന്നു. ആൻഡ് ടു ബ്ലെയിംലെസ് ഐ വിൽ ഷോ മൈ സാൽവേഷൻ. 107 സങ്കീർത്തനത്തിൻ്റെ 22 വചനത്തിൽ, സാം 107 verse number 22, let them sacrifice thank offerings and tell of his works with songs of joy. അവർ ദൈവത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുകയും അവൻ്റെ പ്രവൃത്തികളെ കുറിച്ച് സന്തോഷത്തിൻ്റെ ഗാനങ്ങളോടുകൂടെ പാടുകയും ചെയ്യട്ടെ. അപ്പോൾ അവർ സ്തോത്രയാഗം കഴിക്കുകയാണ്. ആര്? ആ 107 സങ്കീർത്തനം മൊത്തം വായിക്കണം. പല നിലകളിൽ തകർന്നുപോയ മനുഷ്യർ, ഇനി മുന്നോട്ട് ജീവിതമില്ല എന്ന് ചിന്തിച്ചതാണ്. പക്ഷെ ദൈവം അവരെ വിടുവിച്ചു. അവരെ കരച്ചിൽ കേട്ട് ദൈവം വിടുവിച്ചു. അങ്ങനെയുള്ളവർ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കട്ടെ. എന്ന് വെച്ചാൽ താങ്ക് ഓഫറിംഗ് ആണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ നിമിത്തം നന്ദിയോടുകൂടെ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. പ്രൈസ് ഓഫേർഡ് when things are difficult becomes a powerful sacrifice. പ്രത്യേകിച്ച് വളരെ വൈഷമ്യമേറിയ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ ചിലർ, യു മേ ബി ഇൻ എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ജീവിതത്തിൽ ഇതുപോലൊരു കാലഘട്ടത്തിൽ ജീവിച്ചു, അതുപോലെയുള്ള വിഷമത്തിലാണെന്നിരിക്കട്ടെ, കേൾക്കണേ. ഞാനിത് പറയുമ്പോൾ പ്രത്യേകമായ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നിയോഗവും അനുഭവിച്ചോട്ടെ ഞാൻ പറയുന്നത്. ഇത് കേൾക്കുന്ന ചിലർ, നിങ്ങളൊന്നും ഭയങ്കര തകർച്ചയിലാണ്. പക്ഷെ ആ സമയത്ത് ഒരു പ്രൈസ് ഓഫറിങ് കൊടുത്താൽ, വേദന കടിച്ചമർത്തി ദൈവത്തെ സ്തുതിച്ചാൽ, ദാറ്റ് ബിക്കംസ് മോർ പവർഫുൾ. സാധാരണ സ്വോത്രം 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 എന്ന് പറയുന്നതിനേക്കാൾ പവർഫുള്ളായിരിക്കും ആ തകർച്ചയുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത്. പൗലോസും ശീലാസൊക്കെ അങ്ങനെയല്ല ചെയ്തേ. അപ്പോസ്തലപ്രവൃത്തികൾ 16-25 മുതലൊക്കെ വായിക്കുമ്പോൾ, ശാരീരികമായി തകർന്നിരിക്കുന്നു, മാനസികമായി തകർന്നിരിക്കുന്നു, നാണക്കേട്, ജയിലിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നു, ശരീരം മുഴുവൻ വേദന, രക്തം ഒലിച്ച് ആമത്തിൽ കിടക്കുന്ന സമയത്ത്, ഓ മൈ ഗോഡ്, അവർ അർദ്ധരാത്രിയിൽ പാടി സ്തുതിച്ചു. ചോദിച്ചോട്ടെ, ജീവിതത്തിൻ്റെ അർദ്ധരാത്രികളിൽ പാടി സ്തുതിക്കാൻ പറ്റുമോ? പാട്ട് വരുമോ? ഞാൻ തുറന്നു ചോദിക്കുക. ഭയങ്കര പ്രശ്നത്തിലൂടെ പോകുന്ന സമയത്ത് ഞായറാഴ്ച ആരാധനയ്ക്ക് പോവും, രാവിലെ പ്രാർത്ഥിക്കൂ, ബൈബിൾ വായിക്കൂ, എല്ലാ കിതാബെല്ലാം മടക്കി സിപ്പൊക്കെ ഇട്ട് വെച്ച്, അല്ലെങ്കിൽ അലമാരിൽ വെച്ച് പൂട്ടി. ഈ പരിപാടിക്ക് ഞാനില്ല. എത്രയോ പ്രാർത്ഥിച്ചു, എത്ര പേര് പ്രാർത്ഥിച്ചു, എന്നിട്ട് എനിക്കതല്ലേ കിട്ടിയത്. ഞാനിപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നില്ല, അവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ തീരുമാനിക്കുന്ന ഒത്തിരി പേരില്ലേ. അബദ്ധമാണ്, അസംബന്ധമാണ്. ദൈവത്തെ അറിഞ്ഞാൽ, ഇതിൻ്റെ പുറകിൽ കളിക്കുന്ന കളി ആരാണെന്ന് മനസ്സിലാക്കിയാൽ ദൈവത്തെ ഇരട്ടി സ്തുതിക്കും. നമ്പർ 3, പ്രൈസ് ഇൻവൈറ്റ്സ് ഗോഡ്സ് പ്രസൻസ്. സ്തുതിച്ചാൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരും. പറഞ്ഞേ, നീ പറയുന്ന ഓരോ പോയിൻറ്റും ടൈപ്പ് ചെയ്തിടുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക, എഴുതാൻ മറക്കല്ലേ. Psalm 23 and verse number 3. But you are holy, O you that inhabit on the praises of Israel. ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. അപ്പോൾ ദൈവം വസിക്കുന്ന ഇസ്രായേലിൻ്റെ സ്തുതികളിൽ. മറുവശം എടുത്താൽ, നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്തുതിപ്പിൻ്റെ മേൽ, ആ സ്തുതിയുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങും.
In other words, God is enthroned when praise arises. ഈ അടുത്തൊരു വചനം കൂടി വായിച്ച് കേൾപ്പിക്കട്ടെ. 2 Chronicles chapter 5 verse number 13 and 14. 2 ദിനവൃത്താന്തം 5:13-14 വായിക്കുമ്പോൾ ദ ട്രംപറ്റേഴ്സ് ആൻഡ് മ്യൂസീഷ്യൻസ് ജോയിൻഡ് ഇൻ യുനൈസൺ. അവിടെയുള്ള കുഴലൂത്തുകാർ, കാഹളം വിളിക്കുന്നവരും സംഗീതജ്ഞന്മാരും എല്ലാം കൂടെ യുനൈസൺ ഭയങ്കര ഹാർമണിയിൽ, വെറുതെ അവിടെ ഇല്ല പാപ്പാ പി പി വിളിക്കുകയല്ല ചെയ്യുന്നത്, ഭയങ്കര മെലോഡിയസ് ആയിട്ട് to give praise and thanks to the Lord. മഹാദൈവമായ കർത്താവിന് സ്തുതിയും നന്ദി അർപ്പണവും നൽകാൻ വേണ്ടി അവരിങ്ങനെ ഭയങ്കരമായി ഒത്തുചേർന്നു. Then the temple of the Lord was filled with the cloud. എന്ത് സംഭവിച്ചെന്നറിയാമോ? ജനങ്ങളും സംഗീതജ്ഞന്മാരും ഗായകരും കൊയറെല്ലാം കൂടി അങ്ങ് പാടുന്ന സമയത്ത് ആ ദേവാലയത്തിനകത്തേക്ക് മേഘം വന്നങ്ങ് ഇറങ്ങി. And the priest could not perform their service because of the cloud. മേഘം വന്ന് ദേവാലയത്തിൽ നിറഞ്ഞതുകൊണ്ട് പുരോഹിതന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദൈവ സാന്നിധ്യത്തിൻ്റെ തിക്ക് ഫോഗ് വന്ന് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. For the glory of the Lord filled the temple of God. ദേവാലയത്തെ ദൈവത്തിൻ്റെ മഹത്വം വന്നങ്ങ് മൂടി നിറച്ചു. സ്തുതിപ്പിൻ്റെ റിസൾട്ടായി പറയുന്നേ. വീട്ടിൽ ദൈവസാന്നിധ്യം ഇറങ്ങണമെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ സഭകളിൽ ദൈവസാന്നിധ്യം ഇറങ്ങണോ? ചെയ്യേണ്ടത്, കഷ്ടതകളുണ്ട്, സത്യമാണ്, അവിടെ ഇരുന്നോട്ടെ. ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് തന്നെയല്ല കർത്താവ് പറഞ്ഞത്, ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. അതുണ്ടെന്നേ, എല്ലാവർക്കും ഉണ്ടെന്നേ, ഒരാൾക്കല്ല. ക്രിസ്തുയേശുവിൽ ഭക്തിയോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കഷ്ടമുണ്ടാകും, എല്ലാവർക്കും. ഇനി ഇങ്ങനെ ദൈവസാന്നിധ്യം ഇറക്കിക്കൊണ്ടുവരുന്ന ഒന്നാണ് സ്തുതി എങ്കിൽ സ്തുതിക്കുന്നതല്ലേ നല്ലത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ, മേമറിങ്, ഒത്തിരി വീടുകളിലും ഒത്തിരി വ്യക്തികളിലും വിശ്വാസികളിലൊരു സാധനമുള്ളൂ, എന്താണ്, പിറുപിറുപ്പ്. നമ്മളിങ്ങനെ പിറുപിറുക്കുന്ന സമയത്ത് ഡീമോണിക് റലം പെട്ടെന്ന് ആക്ടിവേറ്റഡ് ആവും. പൈശാചിക ശക്തിയിൽ ഭയങ്കര സന്തോഷം. ഓ, രക്ഷപ്പെട്ടു. അവൻ ദൈവത്തിനെതിരെ പിറുപിറുത്തു, ഭർത്താവിനെതിരെ അവൾ പിറുപിറുത്തു, ഭാര്യയ്ക്കെതിരെ പിറുപിറുത്തു, സഭയ്ക്കെതിരെ, ദൈവദാസനെതിരെ പിറുപിറുത്തു. ഖുഷി, ഭയങ്കര സന്തോഷമായി. സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ഈ ടൈപ്പ് സാധനങ്ങളെല്ലാം വായടയും, കൈകൾ ബന്ധിക്കപ്പെട്ട്, കാലുകൾ ബന്ധിക്കപ്പെട്ട്, ആ സമയത്ത് ഏഞ്ചലിക് റലം പെട്ടെന്ന് ആക്ടിവേറ്റഡ് ആവും. ദൈവദൂതന്മാർ ഭയങ്കരമായ അവരങ്ങ് സന്തോഷിച്ച് നൃത്തം ചവിട്ടി നമ്മളോടൊപ്പം അവരും കൂടി അങ്ങ് സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിലെ ആരാധനയും ഭൂമിയിലെ ആരാധനയും കൂടി അങ്ങ് മിക്സ് ചെയ്തൊരു സാധനം വരുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം പുക പോലെ, മഞ്ഞ് പോലെ, മേഘം പോലെ, അഗ്നി പോലെയൊക്കെ അങ്ങ് ഇറങ്ങി ആ റൂമിലേക്ക് വരിക, അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് വരും. നമ്പർ 4, പ്രൈസ് ഡിഫീറ്റ്സ് ദി എനമി. നിങ്ങളുടെ സ്തുതി ശത്രുവിനെ പരാജയപ്പെടുത്തും. അത്രയ്ക്ക് പവർഫുള്ളാണ്. അത് ഒത്തിരി പേർക്ക് അറിയില്ല. 2 Chronicles chapter 20 verse number 21-22. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 21-22 വചനങ്ങൾ വായിക്കുമ്പോൾ, ആഫ്റ്റർ കൺസൾട്ടിങ് ദ പീപ്പിൾ, Jehoshaphat appointed men to sing to the Lord and to praise him for the splendor of his holiness as they went out at the head of the army. പടയ്ക്ക് പോവുക, യുദ്ധത്തിന് പോവുക. അതിൻ്റെ മുമ്പിൽ ആളുകളോടൊക്കെ ആലോചിച്ചിട്ട് രാജാവ്, ആരാണ്, അദ്ദേഹത്തിൻ്റെ പേര് യഹോഷഫാത്ത് എന്നാണ് മലയാളത്തിൽ. കുറേ പേരെങ്ങ് വിളിച്ചു. ആരാണെന്ന് പറയാം, യുദ്ധത്തിന് പോകുമ്പോൾ നല്ല കട്ടക്ക് നിൽക്കുന്ന പട്ടാളക്കാരല്ലേ വേണ്ടത്. അവരോട് മാറിയിരിക്കാൻ പറഞ്ഞു. ആദ്യം പോകേണ്ടത് ആരാണെന്നറിയും, പാട്ടുകാർ. യുദ്ധത്തിന് പോകുന്നത് ഇങ്ങനെ പാടി എന്നിട്ട് ദൈവത്തെ, അവൻ്റെ പരിശുദ്ധനായ ദൈവത്തെ, അവൻ്റെ മനോഹരത്വം കണ്ട് ആരാധിക്കുന്ന ആരാധനക്കാർ, പാട്ടുകാർ, കൊയർ പടയുടെ മുമ്പിൽ പോവുക.
മൈ ഗോഡ്, ഇന്നാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി, നമ്മൾ ആരെങ്കിലും ചെയ്യുമോ ഇങ്ങനെ? അവരുടെ കയ്യിലൊരു പേനാക്കത്തി പോലുമില്ല, യുദ്ധത്തിന് പോവുക, അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, അവരുടെ കയ്യിലിരിക്കുന്ന വീണയോ തമ്പുരോ ഗിറ്റാറോ എന്നതൊക്കെയാണ്, അതുമായിട്ട് പോവുക. And as they began to sing and praise, the Lord set ambushes against the men of Ammon and Moab and Mount Seir who were invading Judah, and they were defeated. അപ്പോൾ സംഭവിച്ചതെന്നറിയാമോ? അതിൻ്റെ പുറയിലാണ് ബാക്കിയുള്ള പട്ടാളക്കാരൊക്കെ പോകുന്നത്. ഇവർ പാടുമല്ലോ, അന്തരീക്ഷം മാറിയതോടുകൂടെ സംഭവിച്ചത്, ഇവരുടെ ശത്രുക്കൾ, ഇവർക്കെതിരെ വന്നിരിക്കുന്ന ശത്രുക്കൾക്കെതിരെ മറ്റ് ചിലരെ, പതിയിരിപ്പുകാരെ കർത്താവ് കൊണ്ടുവന്നു. അങ്ങനെ പദ്ധതി ചീറ്റി യുദ്ധത്തിൽ ഇവർക്ക് ജയമുണ്ടായി. പ്രൈസ് ഈസ് എ വെപ്പൺ ഓഫ് സ്പിരിച്വൽ വാർഫെയർ. ആത്മീയുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരായുധമാണ് സ്തുതി. നിങ്ങളുടെ വീട്ടിൽ പിശാച് ഒഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഡിമോണിക് റലം ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ശാപം ഒഴിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വരണമെന്നുണ്ടെങ്കിൽ, കുറച്ച് നാൾ അടുപ്പിച്ച് ഒറ്റയ്ക്കോ കുടുംബമായിട്ടോ 2 പേരായിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ഇരുന്നു ദൈവത്തെ ഒന്ന് ആരാധിച്ച് നോക്കൂ. ദൈവമഹത്വം അവിടെ അങ്ങ് ഇറങ്ങും. ദൈവത്തിൻ്റെ പെട്ടകം വെച്ചതുപോലെ, ഒബേദെദോമിൻ്റെ വീട് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടും. നമ്പർ 5, പ്രൈസ് റിലീസസ് ജോയ് ആൻഡ് സ്ട്രെങ്ത്. തീരുന്നില്ല ഇവിടെയെങ്കിലും. സ്തുതിക്കുകയാണെങ്കിൽ സന്തോഷവും ശക്തിയും ഉണ്ടാകും. സ്തുതിക്കുന്നൊരു വ്യക്തിക്ക് സന്തോഷമുണ്ടാകും, ശക്തി ഉണ്ടാകും. നെഹെമിയ ചാപ്റ്റർ 8 and verse number 10, do not grieve, for the joy of the Lord is your strength. നിങ്ങൾ ദുഃഖിക്കണ്ട, the joy of the Lord is your strength. കർത്താവിലെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. കർത്താവിലെ സന്തോഷമാണ് ബലം. അനേക പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുള്ള ഭാഗമാണ്. Psalm 28 and verse number 7, the Lord is my strength and my shield. 28-ാം സങ്കീർത്തനം 7-ാമത്തെ വചനത്തിൽ പറയുന്നത്, കർത്താവ് എൻ്റെ ശക്തിയും എൻ്റെ പരിചയമാകുന്നു, അവൻ എൻ്റെ ബലവും പരിചയമാകുന്നു. My heart trusts in him. എൻ്റെ ഹൃദയം അവനിൽ ഉറച്ചു വിശ്വസിക്കുന്നു. And he helps me. വെറുതെ അല്ല, അവരെന്നെ സഹായിക്കുന്നു, അവൻ്റെ സഹായകനാണ്. My heart leaps for joy, and with my song I praise him. എൻ്റെ ഹൃദയം leaps for joy. ഈ റിബ് കേജ് ഉണ്ടല്ലോ, വാരിയൽ കൊണ്ടൊരു കൂടിൻ്റെ അകത്തല്ലേ കർത്താവ് നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ കിടന്ന് തുള്ളുക, ഹൃദയം കിടന്ന് തുള്ളിച്ചാടുക. ആൻഡ് വിത്ത് മൈ സോങ് ഐ പ്രൈസ് ഹിം. എൻ്റെ ഗാനങ്ങൾ കൊണ്ട്, പാട്ടുകൾ കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കും. സോ പ്രൈസ് ഫ്യൂവൽസ് ഇന്നർ സ്ട്രെങ്ത്. ആന്തരിക മനുഷ്യന് ഇന്ധനം നൽകുന്നതാണ് സ്തുതി. ഞാൻ പറയുകയാണ്, പ്രാക്ടിക്കൽ സെൻസിൽ ഞാൻ പറയാം. എല്ലാവരും ഞായറാഴ്ച ആകാനിരിക്കുമല്ലേ ആരാധിക്കാൻ, എല്ലാവരും കൂടി. അതൊരു സംഭവമാണ്. ഇത്രയും പേർ ഒരുമിച്ച് ദൈവത്തെ ശക്തമായി കൈയടിച്ചും തുള്ളിച്ചാടിയും ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും അതും ഇതുമൊക്കെ ആയിട്ട് ആരാധിക്കുന്ന സമയത്ത് പോർട്ടലുകൾ തുറക്കും. ഒത്തിരി പേരുടെയും സ്പിരിച്വൽ ഐസ് തുറന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് സ്പിരിറ്റ് വേൾഡിൽ സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ 100 കണക്കിന് ലക്ഷക്കണക്കിന് 10,000 ദൂതന്മാർ ഒരാരാധന നടക്കുന്ന സ്ഥലത്തോട്ട് ഇരച്ചു കയറി വന്ന് എല്ലാവരും കൂടെ ആയിരിക്കും ദൈവത്തെ ആരാധിക്കുന്നത്. അതാവശ്യമാണ്. പക്ഷേ ആ അടുത്ത സൺഡേക്ക് വേണ്ടി, അല്ലെങ്കിൽ അടുത്ത ഇങ്ങനെയുള്ളൊരു മീറ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അവരവരുടെ നീതിമാൻ്റെ കൂടാരത്തിൽ ജയത്തിൻ്റെ ഉല്ലാസത്തിൻ്റെയും ഘോഷം ഉണ്ടായിരിക്കണം. ഓരോ വീടുകളിലും അത് വേണം. അപ്പോൾ കുടുംബനാഥനെ ആരാധിക്കണം, കുടുംബനാഥ ആരാധിക്കണം, അവിടെയുള്ള മക്കൾ ആരാധിക്കണം, എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. കംപ്ലൈനിങ് ഡ്രെയിൻസ് എനർജി. നമ്മൾ പരാതി പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ശക്തി അങ്ങ് ചോർന്നു പോകും. പ്രൈസിങ് ഗോഡ് റിന്യൂസ് ഇറ്റ്. എന്നാൽ ദൈവത്തെ സ്തുതിച്ചാൽ ആ ശക്തി വർദ്ധിച്ചു വരും. ഒരു വലിയ ഹാലലൂയ പറഞ്ഞ പ്രൈസ് ഗോഡ്, ഹാലലൂയ. ആരെയൊക്കെയോ കർത്താവ് അഭിഷേകം ചെയ്യുന്നുണ്ട് എനിക്കറിയാം, റിലീസ് എനിക്കറിയാം. നിങ്ങൾ ആരെയൊക്കെയോ കർത്താവ് അഭിഷേകം ചെയ്യുന്നുണ്ട്. ആരും കൂടെ ഇല്ലെങ്കിലും ഒറ്റക്ക് നിന്ന് ദൈവത്തെ ആരാധിക്കാം. മുറി അങ്ങ് അടച്ചിട്ട്
പാടാനറിയില്ല, ലിറിക്സ് അറിയില്ലെങ്കിൽ ഒരു യൂട്യൂബിൽ നിന്ന് നല്ലൊരു വർഷിപ്പ് സോങ് പ്ലേ ചെയ്തിട്ടാലും കൂടെ അങ്ങ് ആരാധിക്കണം. നമ്പർ 6, ദ ലാസ്റ്റ് വൺ, പ്രൈസ് പ്രിപ്പേഴ്സ് us ഫോർ വിക്ടറി. മാത്രമല്ല സ്തുതി ജയത്തിന് വേണ്ടി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. സാം 149 വേഴ്സ് നമ്പർ 6, 149 സങ്കീർത്തനം 6 വചനത്തിൽ പറയുന്ന മേ ദ പ്രൈസ് ഓഫ് ഗോഡ് ബി ഇൻ ദെയർ മൗത്ത്സ്. ദൈവത്തിൻ്റെ സ്തുതികൾ അവരുടെ നാവിലുണ്ടായിരിക്കട്ടെ. ആൻഡ് എ ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ് ഇൻ ദെയർ ഹാൻഡ്സ്, കയ്യിൽ ഇരുവായി തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ സ്തുതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യുദ്ധത്തിൽ ഭയങ്കര ജയവും ശക്തിയും എന്നതുപോലെ ആയിത്തീരും. പ്രൈസ് പ്രിപ്പേഴ്സ് ദ ബിലീവർ ടു വാക്ക് ഇൻ വിക്ടറി. ഒരു വിശ്വാസിയെ ജയത്തിന് വേണ്ടി ഒരുക്കുന്നത് സ്തുതിയാണ്. തുടക്കത്തിൽ ദൈവം ഒരു കൽപ്പന കൊടുത്തായിരുന്നു ഇസ്രായേൽ മക്കൾക്ക്. നിങ്ങളെവിടെയെങ്കിലും യുദ്ധത്തിന് പോകുമ്പോൾ 12 ഗോത്രങ്ങളുണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് ചാടി പുറപ്പെടാതെ യൂദ ആദ്യം പോകട്ടെ. യഹൂദാഗൃഹമാണ് ആദ്യം പോകേണ്ടത്. ആരാണ്? യഹൂദാഗൃഹം. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. അവർ വേണം ആദ്യം നടക്കാൻ. അവർ വേണം ആദ്യം പോകാൻ, മാർച്ച് ചെയ്യാൻ. ശ്രദ്ധിക്കണേ. അതായത് സ്തുതി ആദ്യം പോട്ടെ. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലും. സ്തുതി ആദ്യം പോട്ടെ. അതോടെ തന്നെ വഴി തുറന്നു, നമുക്കും ശക്തിയായി, അഭിഷേകം ഇറങ്ങി, പുകമഞ്ഞ് പോലെ ദൈവസാന്നിധ്യം ഇറങ്ങി, മഹത്വം ഇറങ്ങി, എല്ലാം ഓക്കെയായി. ആരും റെഡി? കൈനീട്ടാം. കർത്താവേ, ഈ വെളിപാടെല്ലാവരുടെ അകത്തുണ്ടാകട്ടെ. സ്തുതിക്കുന്ന ഹൃദയം ഉണ്ടാകട്ടെ, സ്തുതിക്കുന്ന അധരങ്ങളുണ്ടാകട്ടെ, സ്തുതിക്കുന്ന നാവുണ്ടാകട്ടെ. നന്ദി കർത്താവേ. ഇപ്പം തന്നെ അങ്ങ് സ്തുതിച്ചെല്ലാവരും. കർത്താവെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഇതുവരെ ചെയ്ത എല്ലാറ്റിനുമായി നന്ദി. അങ്ങ് വലിയവൻ. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. താങ്ക് യു ജീസസ്. ഇപ്പോൾ ദൈവമഹത്വം ഇറങ്ങി രോഗികൾ സൗഖ്യമാകട്ടെ. ഈ കിടപ്പിലായിരിക്കുന്ന ചിലരൊക്കെ കർത്താവ് പൊക്കി എഴുന്നേൽപ്പിക്കുകയാണ്. 6 മാസം കിടക്കണം, 9 മാസം കിടക്കണം, 1 വർഷം 2 വർഷമൊക്കെ ഇങ്ങനെ കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകൾ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ, സൗഖ്യമാകട്ടെ. ഈ ആർത്രൈറ്റിസ് വന്ന ശരീരങ്ങളിൽ ഒരു വലിയ സൗഖ്യം ഇപ്പോൾ നടക്കുകയാണ്. മരണം കാർന്നു തിന്നുന്ന ശരീരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഡിപ്രഷൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു ചിലർ മരുന്ന് കഴിക്കുന്നുണ്ട്. സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിരിക്കാം, നിങ്ങൾ അതിലൊക്കെ ആയിരിക്കാം. പക്ഷേ ഇന്ന് യേശുവിൻ്റെ മഹത്വം അടിച്ചിട്ട് നിങ്ങൾ സൗഖ്യമാകുകയാണ്. നിങ്ങൾ തുള്ളിച്ചാടും, സന്തോഷിക്കും, ചിരിക്കും, പാട്ട് പാടും. വലിയ ചേഞ്ച് ഉണ്ടാകട്ടെ. മെൻ്റൽ ഇൽനെസ് മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കൈനീട്ട കർത്താവ്, ഏത് വിഷയത്തിലും ദൈവം അത്ഭുതം ചെയ്യണമേ. എന്താണ് ഇപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത്, അതിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സോ ഗോഡ് ബ്ലെസ് യു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ ലിങ്കുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇതിൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിൽ അങ്ങ് ധൈര്യത്തോടെ ഇടുക. ഒത്തിരി പേർ കാണട്ടെ, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓൾ റൈറ്റ്, സീ ടുമോറോ. ബൈ. ഗോഡ് ബ്ലെസ് യു.